എന്താണോ നബിതങ്ങൾ ഉപകാരം കിട്ടുന്നതായി പഠിപ്പിച്ചു തന്നതെങ്കിൽ അത് ചെയ്യുന്നു, അത് ചൊല്ലുന്നു. അതേ അവസരത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്നിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നിട്ട് അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ വിളിച്ചോ, എന്നിട്ട് ഫാത്തിഹ ഓതി, എന്നിട്ട് യാസീൻ ഓതി, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു ഓതി, എന്നിട്ട് ഫലഖ് സൂറത്ത് ഓതി, എന്നിട്ട് നാസ് സൂറത്ത് ഓതി, എന്നിട്ട് അല്ലാഹുവേ ഞങ്ങൾ ഓതിയതായിരിക്കുന്ന ഈ ഫാത്തിഹയുടെയും ഈ യാസീനിന്റെയും ഈ ഇഖ്ലാസിന്റെയും ഈ മുഅവ്വദതൈനിയുടെയും ഒക്കെ ഫലം ഇന്നയാളുടെ അതേ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി കാണിച്ചു തന്നു. സ്വഹാബത്ത് കാണിച്ചു തന്നുവോ? ഇല്ലല്ലോ. മറിച്ച് അവിടുന്ന് എന്താ ജനാസയുടെ സമീപത്ത് പോയാൽ ചെയ്യേണ്ടതെന്ന് പറയുക മാത്രമല്ല, ചെയ്യേണ്ട രൂപം അവിടെ കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നബികൾ പറഞ്ഞത്, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നിങ്ങളൊരു ജനാസയുടെ സമീപത്തോ ഒരു രോഗിയുടെ സമീപത്തോ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ചൊല്ലണേ, നല്ലതിന് വേണ്ടി തേടണേ. കാരണം ഫൈനൽ മലായികത, മലക്കുകൾ യുഅ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുആക്ക് ആമീൻ ആമീൻ എന്ന് മലക്കുകൾ പറയുന്നു എന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ഹദീസ് നബിതങ്ങളാണ് പറഞ്ഞത്. അത് കേട്ടവര് സ്വഹാബത്താണ്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചെയ്തു കാണിച്ചു നബിതങ്ങൾ, ചെയ്തു കാണിച്ചു സ്വഹാബത്ത്. ആ കൂട്ടത്തിലൊക്കെ ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ ഖുർആൻ ഓത്തില്ല, യാസീൻ ഓത്തില്ല, ഫാത്തിഹ വിളിയില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ ജനാസയുടെ സമീപത്തും രോഗിയുടെ സമീപത്തുമൊക്കെ എന്താണ് അവിടുന്ന് മാതൃക കാണിച്ച് തന്നതെങ്കിൽ അതേ ചെയ്യാവൂ. അതിന്റെ പേരും പറഞ്ഞ് ആ ഹദീസ് വലിച്ചു നീട്ടി ദുർവ്യാഖ്യാനിച്ച് അതേ ഇല്ലാത്ത അനാചാരങ്ങളുടെ പിറകെ പോകല്ല എന്ന് സമൂഹത്തോട് പറയുന്നത്. ഇത് സമൂഹത്തോട് പറയുമ്പോ ആളുകൾക്ക് സത്യം മനസ്സിലാവുമല്ലോ. ആ സത്യം മനസ്സിലാകുമെന്ന് ഭയപ്പെട്ടിട്ടിടാ ഇപ്പോൾ ചില കുബുദ്ധികൾ ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗം പകുതി ഒരുപാട് സ്ഥലത്ത് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് അതേ ഒരു 12 മിനിറ്റോളം പറയുന്ന വിഷയത്തെ മുറിച്ച് ശരിപ്പെടുത്തിയിട്ട് ഒരു ക്ലിപ്പ് പരുവപ്പെടുത്തിയിട്ടതാ നെറ്റിലൂടെ വിതരണം ചെയ്യുന്നു. ഹുസൈൻ സലഫിയതാ മരിച്ചയിടത്ത് യാസീനോദാൻ പറയുന്നു, മരിച്ചയിടത്ത് ഫാത്തിഹ വിളിക്കാൻ പറയുന്നു, മരിച്ചയിടത്ത് ഖുർആനോദനമെന്ന് മൗലവിമാരെ നിങ്ങളുടെ നേതാവ് ഹുസൈൻ സലഫിയത മരിച്ചയിടത്ത് ഖുർആനോദനമെന്ന് പറയുന്നു. രക്ഷപ്പെട്ടോ, ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അമ്മുവിന്റെ മുടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് മുടിവെള്ളമിട്ട് സമൂഹത്തെ മയക്കി കിടത്തിയ കുബുദ്ധികളിതാ ഹബീബിന്റെ പേരിൽ കള്ളം പറഞ്ഞവർക്കുണ്ടോ? സാധുവായ ഹുസൈൻ സലഫിയുടെ പേരിൽ അതേ കള്ളം പറയാൻ വല്ല ലക്ഷ്യം ഉണ്ടാകുമോ? അതേ ഈ പ്രസംഗത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചുകൂടെ? ഇതുപോലെ വിഷയം നന്നായി പ്രസംഗിച്ച, നന്നായി ആ വിഷയത്തിന്റെ എല്ലാ വശവും അല്പനേരം വിശദീകരിച്ച ഒരു പ്രഭാഷണത്തിന്റെ പല ഭാഗങ്ങളും കട്ടുമുറിച്ചിട്ട് എന്റെ പേരിൽ നുണ പറഞ്ഞ കുബുദ്ധികളെ, അമ്മുവിന്റെ മുടി കൊണ്ട് നടന്നാലുള്ള ഗതികേടിലാണ് കേട്ടോ. ഇനിയും നിങ്ങൾ നാറിപ്പോകാൻ ഇതിനേക്കാൾ മാറാൻ പോകുന്നു. നുണ പറയാതെ പിടിച്ചു നിൽക്കാൻ പലർക്കും ആകുന്നില്ല. അതേ പച്ചക്കള്ളം പറയുകയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് അതുകൊണ്ടൊരു കാര്യം കിട്ടി. ഈ നുണക്ലിപ്പ് പ്രചരിപ്പിച്ചപ്പോ ആളുകളൊക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി ഏത് പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. അതേ പ്രഭാഷണത്തിന്റെ ഒറിജിനൽ ജനങ്ങൾ കണ്ടെത്തി. അതും യൂട്യൂബുകളിലൂടെ നെറ്റുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പൊ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലായപ്പോ ബോധ്യമായി പോയി അതേ കള്ളം പറയുന്ന സ്വഭാവം ആർക്കാണെന്ന്. അതുകൊണ്ടാ മുജാഹിദുകൾ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, ഓ വിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിച്ചോളണം. വകൂനൂ മഅസ്സാദിഖീൻ,
സത്യം പറയുന്നവരുടെ കൂടെ നിന്നോ. ഏത് വിഷയത്തിലാണെങ്കിലും അത് ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഏത് നുണ പറയുന്നവരാരുണ്ടെങ്കിലും അവരെയൊക്കെ വിട്ടുകൊണ്ട് സത്യം ആരാണോ പറയുന്നതെങ്കിൽ അവരുടെ കൂടെ ഉറച്ചു നിന്നോ. അതുകൊണ്ട് പരലോകത്ത് വിജയമുണ്ടാവുകയുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അത് ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. വരി തീർന്നില്ലല്ലോ. മരണം നടന്നു കഴിഞ്ഞാൽ ജനാസക്കരിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, തീർന്നില്ല. ആ ജനാസയുടെ പിന്നാലെ പോകണം. ജനാസയുടെ പിന്നാലെ പോകുന്നതിന് വലിയ കൂലിയുണ്ട്. മയ്യത്ത് നിസ്കാരം നിർവഹിക്കണം, അതിനും മലയോളം പുണ്യമുണ്ട്. അതേ, ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ആ നിസ്കാരവും മുജാഹിദുകൾ നടത്തുന്നു. ആണുങ്ങളും നിസ്കരിക്കും, സൗകര്യമുള്ളിടത്ത് സ്ത്രീകളും നിസ്കരിക്കും. അതേ അവസരത്തിൽ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ജനാസക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് ചെയ്യാവുന്ന ഒരു ഖൈറിനെ മുടക്കം വരുത്തുന്ന അതേ ഖൈറ് മുടക്കികൾ ആരാണ്? മുജാഹിദുകളാണോ? ഒരിക്കലുമല്ല. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്ന കാന്തപുരത്തിന്റെ അനുയായികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, ആരാണ് ഖൈറ് മുടക്കികൾ? മുജാഹിദുകളാ ഒരാൾക്ക് കിട്ടുന്ന ഉപകാരം തടയുന്നത്? അല്ല. ഇനി ജനാസ